ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ പാട്ട് കൊണ്ടും പാർട്ട് ടു ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ ഹൽദിയും കല്യാണം റിസപ്ഷൻ അത്രയും വീഡിയോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹൽദി നൈറ്റാണ് കേട്ടോ. നമ്മൾ ചെറിയ രീതിയിൽ ആഘോഷിച്ച നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഹൽദി നൈറ്റാണ്. കല്യാണത്തിൻ്റെ തലേ ദിവസം നമ്മൾ ആഘോഷിച്ചതും നമ്മുടെ വീട്ടിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കാണാം കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ പാർട്ട് 1 പാർട്ട് 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കല്യാണ വീട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വഴിയാണ് കേട്ടോ. അവിടെ നമ്മൾ ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. അന്ന് ചെറിയൊരു പന്തലൊക്കെ വീട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ ഇവർ സേവ് ദി ഡേറ്റ് ജസ്റ്റ് ഫോട്ടോ സെക്ഷൻസ് മാത്രമായിരുന്നു, വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ തിരുവല്ലാമല അമ്പലത്തിൻ്റെ സൈഡിൽ പോയിട്ട് അവിടെ പാറയും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടാണ് കേട്ടോ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. അത് നല്ല സൂപ്പർ ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, രണ്ടുപേരും നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഇതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് കല്യാണ തലേന്ന് കാണാം. ദിവസത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറച്ച് പേരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വരും. പിന്നെ നമ്മൾ പെങ്കൊച്ചിന് ഡ്രസ്സ് കൊടുക്കാനൊക്കെ ആയിട്ട് തലേദിവസമാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെറിയ രീതിയിൽ ഹൽദി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും പോയിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെക്കനെയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കുറേ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തലേദിവസം ചെറിയ രീതിയിൽ ഫുഡൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ എനിക്ക് എടുത്തു തരുന്നത് എൻ്റെ പുത്രിയാണ് കേട്ടോ. ദേവൂസാണ് ഈ ലൈറ്റിൻ്റെയൊക്കെ വീഡിയോ എനിക്ക് എടുത്തു തന്നത് കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ പെങ്കൊച്ചിനുള്ള സാരി എല്ലാം കൊണ്ടു കൊടുക്കാനായിട്ട് അവരുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുല്ലപ്പൂ കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ സാരി, ബ്ലൗസ്, അങ്ങനെ ചെരുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഡ്രസ്സ് കൊടുത്ത ഫോട്ടോ ആണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ജസ്റ്റ് ഫോട്ടോ സെക്ഷനാണ്. പിന്നെ അവിടെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ കൊടുത്തു. പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഹൽദി ആഘോഷത്തിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഹൽദി ആഘോഷം തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ഒരു കേക്ക് കട്ടിങ്ങും ഉണ്ട് ഫസ്റ്റ്. അപ്പോൾ അവർ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുവാണ്. ഇതവരുടെ വീടാണ്. അവിടെ തന്നെ ചെറിയൊരു സ്റ്റേജ് പോലെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു, പന്തലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് അവിടുത്തെ കേക്ക് കട്ടിങ്ങും ഫോട്ടോ സെക്ഷനും അതുപോലെ ഹൽദിയുടെയും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫർ ഉള്ളവിടെ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറേ പോസും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മുടെ മഞ്ഞൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കാനും ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടൊക്കെ കുറേ പോസസൊക്കെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ അവിടെയാണെങ്കിലും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കുറേ കസിൻസ് ഉണ്ട്. ഇവർ ഫാമിലി തന്നെ കുറച്ച് വലുതാണ്. അപ്പോൾ അങ്ങനെ കുറേ കസിൻസൊക്കെ ആയിട്ട് അടിപൊളി രസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കുറേ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും അവിടെ എല്ലാം ഗസ്റ്റൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്കും വേഗം ഇവിടെ നിന്ന് പോകണം. അപ്പോൾ നമ്മൾ പിന്നെ വേറെ പരിപാടിക്കൊന്നും നിന്ന് അങ്ങനെ നമുക്കും വേഗം ഇറങ്ങണമായിരുന്നു. അപ്പോൾ നമ്മളും വേഗം അവിടെ നിന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇവർ രണ്ടുപേരെയും കുറേ ഫോട്ടോ സെക്ഷൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടിയൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവിടുത്തെ ഹൽദി വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി പറയാനുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് സിൽവിത. ഇതാണ് കേട്ടോ ആൾ. അപ്പോൾ എനിക്ക് കുറച്ച് ഗൾഫ് ചോക്ലേറ്റും കുറച്ച് പിസ്തയും ബദാമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദൂരെയാണ് വീട്, പക്ഷേ ആൾ ട്രെയിനൊക്കെ കയറി കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കോളേജ് മേറ്റാണ് കേട്ടോ. അപ്പം ഞാൻ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആർക്കും വരാനൊന്നും പറ്റിയില്ല. സിൽവി മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. സ്പെഷ്യൽ താങ്ക്സ് ടു സിൽവി. അപ്പം നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് സിൽവീനെ കൂടെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വന്നിട്ടാണ് നമ്മുടെ ഹൽദി വിശേഷങ്ങൾ. പിന്നെ വന്നിട്ട് കുറേ പേര് ഇവിടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഹൽദി ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ലൈറ്റ്സിൻ്റെ അവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഹൽദി ആഘോഷിച്ചാണ് കേട്ടോ ഇനി കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും ഞാൻ ഇടയിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഹൽദിക്കായിട്ട് നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലെ ഹൽദി കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വരാനും. അപ്പോൾ ഇത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ. അപ്പോൾ തേനൂരിൽ നിന്നുള്ളവർ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ചോറായിരുന്നു രാത്രിക്ക് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ചോറും ചിക്കനും പിന്നെ പുളിശ്ശേരി ആയിരുന്നു. അപ്പോൾ പിന്നെ അച്ചാർ, അങ്ങനെ ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഫുഡൊക്കെ സൂപ്പർ.
കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ടെൻഷനല്ലേ, ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും എല്ലാം തികയോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ, ടേസ്റ്റ് ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുള്ള് ടെൻഷനും കാര്യങ്ങളല്ലേ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഫങ്ഷൻസും ഫുഡും എല്ലാം നല്ല രീതിയിൽ നല്ല ഫുഡും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ആർക്കും കുറ്റം പറയാനൊന്നുമില്ല, എല്ലാതും നല്ല രീതിയിൽ തന്നെ നടന്നു കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ വന്നവരെയൊക്കെ നമ്മൾ കുറച്ച് അങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറയില്ല, ചുമ്മാ വീഡിയോ എടുക്കാം. അപ്പം ഞാനൊരു വലിയ യൂട്യൂബർ ആയതുകൊണ്ട് ഇവരൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ കണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ പറയും നമ്മളെ കണ്ടിട്ട് എന്തൊക്കെ ഇങ്ങനെ കമൻറ്റ്സ് തരിക അതൊക്കെ പറയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും എനിക്ക് എല്ലാവരും നിൽക്കുമ്പോൾ ഒന്നും ഇങ്ങനെ പറയാൻ പറ്റില്ല, നമ്മൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അങ്ങനെ കുറച്ച് പേരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകാൻ തുടങ്ങി കേട്ടോ. അങ്ങനത്തെയൊക്കെയാണ് നമ്മുടെ കല്യാണ തലേന്നുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരുടെ അടുത്തും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ബായൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ അകത്ത് വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഒരാളിരുന്ന് ഫുഡ് കഴിക്കുക, അതും ചേട്ടൻ വാരി കൊടുക്കണം കേട്ടോ. ഒരാൾ മൈലാഞ്ചി ഇട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നപ്പോൾ രമ്യയും സ്നേഹയാണ് കേട്ടോ ദേവുവിന് മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. നമ്മൾ തലേ ദിവസം മൈലാഞ്ചി ഇടാൻ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു, പക്ഷെ ആ മെഹന്തി ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഒരാൾ മെഹന്തിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ. അപ്പോൾ ഇതാ നമ്മുടെ ആദിച്ചേട്ടൻ ദേവ് കുട്ടിക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറും ചിക്കനൊക്കെ കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങളും കഴിച്ചു കേട്ടോ. അവൻ എനിക്കും വാരി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാനും ദേവും ഒക്കെ അവിടെ പോയിട്ട് കുറച്ചൊക്കെ ഫുഡൊക്കെ എടുത്തിട്ട് പ്ലേറ്റിലെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും പോയി കഴിഞ്ഞ് ലാസ്റ്റാണല്ലോ വീട്ടുകാരിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ലാസ്റ്റ് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഇരുന്നു. പിന്നെ നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളിരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും അങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ചേട്ടനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ പിന്നെ വിളമ്പണവർ പിന്നെ ലാസ്റ്റാണല്ലോ, അപ്പോൾ അവർക്ക് നമ്മൾ വിളമ്പി കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അവർ ലാസ്റ്റ് ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അച്ഛൻ രാത്രി ചോറാണ് പറഞ്ഞത്, നാളെ ഇനിയിപ്പോൾ റൈസല്ലേ ബിരിയാണിയല്ലേ, അപ്പോൾ തലേ ദിവസത്തേക്ക് ചോറ് മതി പറഞ്ഞപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ഞാനും പറഞ്ഞു എന്തിനമ്മ ചോറ് പറഞ്ഞതാണ്. പക്ഷെ എന്താണെങ്കിലും സംഭവം പൊളിയായിരുന്നു കേട്ടോ. ശരിയാണ്, നമ്മളെ റിസപ്ഷന് പിന്നെയും ഈ ചിക്കനും റൈസൊക്കെ തന്നെയല്ലേ കഴിക്കുക, അതുകൊണ്ട് ഒരു വെറൈറ്റി ആക്കിയതാണ്. സംഭവം പൊളിയായിരുന്നു. മോര് കറിയല്ല പുളിശ്ശേരി ആയിട്ടാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ നല്ലതായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഹൽദി ആഘോഷത്തിൻ്റെ വീഡിയോസ് കണ്ടു. അപ്പോൾ അതൊക്കെയാണ് ഫുഡിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഹൽദി ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെല്ലാം വെച്ച് ചെക്കനെയൊക്കെ അവിടെ പിടിച്ച് ഇരുത്തി, പിന്നെ കുറച്ചത് ടേബിളൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത്, ഇനി ചെറിയൊരു ഡാൻസും പരിപാടികളൊക്കെയാണ്. പാട്ടൊക്കെ വെച്ചിട്ട് ചുമ്മാ നിന്ന് ഡാൻസ് ചെയ്യാതാണല്ലോ മെയിൻ ആയിട്ടുള്ള പരിപാടികൾ. പിന്നെ ചെക്കൻ്റെ അടുത്ത് ചെക്കന് സ്വീറ്റ്സ് കൊടുക്കൽ, അതുപോലെ മഞ്ഞൾ മുഖത്ത് തേക്കൽ, അങ്ങനത്തെ കുറേ കലാപരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും യെല്ലോ ഡ്രസ്സിലൊക്കെ ഇറങ്ങി ഡ്രസ്സൊക്കെ മാറ്റി യെല്ലോ ഡ്രസ്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കുറച്ച് സ്വീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ മഞ്ഞളൊക്കെ ആക്കിയിട്ട് ഓരോരുത്തർ വെച്ചിട്ട് മുഖത്ത് മഞ്ഞളൊക്കെ വെച്ച് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞളല്ല, മഞ്ഞപ്പൊടിയും കടലമാവും കൂടി കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് മഞ്ഞ കളർ വേണം, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അടുത്തും പറഞ്ഞു വേഗം യെല്ലോ സാരി ഉടുത്തിട്ട് വന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ കേട്ട് വേഗം യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയുടെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു, മേമ യെല്ലോ ഡ്രസ്സായിരുന്നു. അതുപോലെ അമ്മയുടെ ആങ്ങള ഉണ്ടായിരുന്നു, മാമനും യെല്ലോ ഡ്രസ്സായിട്ടുണ്ടോ. അപ്പോൾ എങ്ങനെയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എല്ലാവരും യെല്ലോയിൽ വന്നു കേട്ടോ. എന്താണെങ്കിലും നമ്മൾ ജസ്റ്റ് ഡ്രസ് കോഡൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെറിയ രീതിയിലല്ലേ നമ്മൾ ഹൽദി ആഘോഷിക്കുന്നത്, നമ്മൾ വീട്ടുകാർ മാത്രമൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രാൻഡായിട്ട് പൊളിക്കാം കേട്ടോ ഹൽദിയൊക്കെ. പിന്നെ കുറച്ച് ഈ യെല്ലോ ഫ്ലവറൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പോകുമ്പോൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പ്ലാസ്റ്റിക് ആണ്, അതെന്താണെങ്കിലും നല്ലൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന്. ജമന്തി പോലത്തെ നമ്മുടെ ചെണ്ടുമല്ലി പോലത്തെ നമ്മുടെ ഫ്ലവറായിരുന്നു കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹൽദി വിശേഷങ്ങൾ. പിന്നെ എല്ലാവരും യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് മഞ്ഞൾ തേച്ച് കൊടുക്കലും പിന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയായിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മുടെ അളിയന്മാരാണ്. പിന്നെ അമ്മയൊക്കെ യെല്ലോ സാരി എടുത്ത് വന്നിട്ട് മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്, സ്വീറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോസ് എടുക്കാനായിട്ട് അച്ഛൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവരുടെ ഫോണിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ചുമ്മാ ചെറിയ ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഹൽദി വിശേഷങ്ങൾ. ഇനി അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ, നല്ല രസമുണ്ട്. എന്താണെങ്കിലും അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആദ്യം പറയും ഒന്നും വേണ്ട എന്ന്. എന്താണെങ്കിലും എല്ലാവരും വന്ന് നമ്മൾ എന്താണെങ്കിലും ഹൽദി ഫംഗ്ഷൻ അങ്ങ് സൂപ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വിളിച്ചാൽ ഫോട്ടോനും വീഡിയോസിനൊന്നും ആർക്കും ഇഷ്ടമല്ല, പക്ഷെ എന്താണെങ്കിലും വന്നിട്ട് എല്ലാവരും എല്ലാം മറന്ന് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ പിള്ളേഴ്സായിട്ടും നമ്മളുമൊക്കെ കുറേ എൻജോയ് ചെയ്തിട്ടു, നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഹൽദി വിശേഷങ്ങൾ കേട്ടോ. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ കല്യാണവും റിസപ്ഷനൊക്കെ അടുത്ത പാട്ടിൽ ചെയ്യാം അല്ലേ. വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ. നമ്മുടെ ഹൽദി നൈറ്റ് ഇത്രയൊക്കെ ഗ്രാൻഡ് ആക്കാൻ പറ്റുമെന്ന് നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല. എന്താണെങ്കിലും സൂപ്പർ വീഡിയോസും സൂപ്പർ ഫോട്ടോസും നല്ല കളർ കോമ്പിനേഷനൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇതാ എല്ലാവർക്കും ഇങ്ങനെ ചെറിയ രീതിയിലും ഗ്രാൻഡ് ആക്കാം നമ്മുടെ ഹൽദി ഫംഗ്ഷൻസ്, മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഹൽദിക്ക് വെച്ച സ്വീറ്റ്സൊക്കെ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഹൽദിക്ക് ഫോട്ടോ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്വീറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് ആ സ്വീറ്റ്സൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഞാനിങ്ങനെ ക്ലിപ്സൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി എല്ലാവരും കാണാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. അടുത്ത പാട്ടായിട്ട് ഞാൻ വേഗം എത്തുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണണേ. കാണുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സപ്പോർട്ട് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ ചെറിയ ഫാമിലിയിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഈ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. അപ്പോൾ എല്ലാവരും കല്യാണത്തിന് വരണം കേട്ടോ. അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ബൈ ബൈ. ഹൽദി നൈറ്റ് കഴിഞ്ഞിട്ട് വേഗം അങ്ങ് കിടന്നുറങ്ങാമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നമ്മുടെ മണവാളൻ ചെക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതാ അപ്പോൾ നമ്മൾ ഹൽദിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശേഷം അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഡാൻസ് പ്രാക്ടീസിലാണ്. അപ്പോൾ ശരി എന്നാൽ ബൈ ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സ്റ്റേജിലുള്ള പെർഫോമൻസ് ഇനി കാണാം കേട്ടോ.